ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ നിർണായക മാറിമറിയലുകൾ നടന്ന രാഷ്ട്രീയ ഭൂമികയാണ് പഴയ ആന്ധ്രാപ്രദേശ്. 2014 വിഭജന ശേഷം ആന്ധ്രയും തെലങ്കാനയുമായി മാറിയപ്പോൾ തെലുങ്കു രാഷ്ട്രീയത്തിൽ മാറ്റം വന്നു. കോൺഗ്രസും TDPയും ഇടതു പാർട്ടികളും എന്നതിൽ നിന്ന് TRSും YSR കോൺഗ്രസുമായി തെലുങ്കു രാഷ്ട്രീയം വഴിമാറി. തെലങ്കാന രാഷ്ട്രസമിതി എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ രൂപീകരണവും അതേ പാർട്ടി 2 ടേം തെലങ്കാന ഭരിച്ചതും ഇന്ന് ചരിത്രത്തിന്റെ ഭാഗമാണ്. ആന്ധ്രാപ്രദേശ് വിഭജിച്ച് തെലങ്കാന എന്ന സംസ്ഥാനം രൂപീകരിച്ചതോടെ നഷ്ടമായ ജനസ്വാധീനവും അധികാരവും തിരിച്ചുപിടിക്കാൻ കോൺഗ്രസിന് 9 വർഷമാണ് കാത്തിരിക്കേണ്ടി വന്നത്. തെലങ്കാനയിൽ ചന്ദ്രശേഖർ റാവുവെങ്കിൽ ആന്ധ്രാപ്രദേശിൽ ആദ്യം TDPയും പിന്നെ YSR കോൺഗ്രസും അധികാരം കൈയാളി. KCR is the history of Telangana kada. KCR is definitely wipe out చేయలేని తుడిచివేయలేని ఎమోషన్ కదా తెలంగాణకు. തെലങ്കാനയിലെ അവസ്ഥയല്ല ആന്ധ്രാപ്രദേശിൽ കോൺഗ്രസിനുള്ളത്. നാമാവശേഷമായ കോൺഗ്രസ് തിരിച്ചു വരാനുള്ള ശ്രമത്തിലാണ്. വിഭജന ശേഷം കൈവിട്ടുപോയ ആന്ധ്ര തിരിച്ചുപിടിക്കാൻ YSRന്റെ മകൾ YS ശർമ്മളയെ സംസ്ഥാന അധ്യക്ഷയാക്കിയാണ് കോൺഗ്രസ് ഇത്തവണ കളത്തിലിറങ്ങിയിരിക്കുന്നത്. 10 വർഷത്തിനു ശേഷം രേവന്ത് റെഡ്ഡിയിലൂടെ അധികാരം പിടിച്ച തെലങ്കാനയിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും അതേ ആവേശം നിലനിർത്താനാകുമെന്നാണ് കോൺഗ്രസ് പ്രതീക്ഷിക്കുന്നത്. I'm very confident that Congress is going to show much improvement. I'm hoping for a double-digit percentage and seats this time. തെലങ്കാനയിൽ തനിച്ചു മത്സരിക്കുന്ന BJPക്ക് കോൺഗ്രസിൽ നിന്നും BRSൽ നിന്നും എത്തിയ നേതാക്കളുടെ വോട്ടിലും പിന്തുണയിലുമാണ് പ്രതീക്ഷ. എന്നാൽ ആന്ധ്രാപ്രദേശിൽ TDPക്കൊപ്പം ചേർന്നാണ് താമര വിരിയിക്കാൻ BJPയുടെ ശ്രമം. പക്ഷേ ആന്ധ്ര തെലങ്കാന മണ്ണിലെ രാഷ്ട്രീയം BJPക്ക് കയ്യെത്തും ദൂരത്തല്ല എന്നതാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. 400 സീറ്റുകൾ എന്ന ലക്ഷ്യത്തിലേക്ക് എത്താൻ ഉത്തരേന്ത്യ മാത്രമല്ല ദക്ഷിണേന്ത്യയിലും സീറ്റുകൾ നേടണം എന്ന് BJPക്ക് നന്നായി അറിയാം. മോദി की गारंटी यानी गारंटी के पूरा होने की गारंटी. इसलिए आज तेलंगाना के BC समाज के लोग भी उत्साहित है क्योंकि बीजेपी ने यहां BC समाज से CM बनाने का वादा किया है. ആന്ധ്രാപ്രദേശിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിനൊപ്പം നിയമസഭാ തെരഞ്ഞെടുപ്പും നടക്കുന്നുണ്ട്. ചന്ദ്രബാബു നായിഡുവിന്റെ TDPക്കും തെലുഗു സിനിമയുടെ പവർ സ്റ്റാർ പവൻ കല്യാണിന്റെ ജനസേനയ്ക്കും ഒപ്പം ചേർന്നാണ് ആന്ധ്രയിൽ BJP മത്സരിക്കുന്നത്. 2019 വൻ പരാജയം ഏറ്റുവാങ്ങിയതിന്റെ അനുഭവം ഉൾക്കൊണ്ട ചന്ദ്രബാബു നായിഡു ഇത്തവണ BJPയുമായി നേരത്തെ തന്നെ സൗഹൃദം സ്ഥാപിച്ചാണ് തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. ഇന്ത്യ മുന്നണിക്കും NDAയ്ക്കും പിന്തുണ നൽകാതെ തെലങ്കാനയിൽ മത്സരിക്കുന്ന BRS 3ാം മുന്നണി എന്ന വാദമാണ് മുന്നോട്ട് വയ്ക്കുന്നത്. ലഭിക്കുന്ന സീറ്റുകളുടെ എണ്ണത്തിനനുസരിച്ചാകും BRSന്റെ രാഷ്ട്രീയ നിലപാടും. 9 വർഷത്തെ അധികാര രാഷ്ട്രീയം BRSനെ ജനങ്ങളിൽ നിന്ന് അകറ്റിയിട്ടുണ്ട്. അത് പാർലമെന്റിലേക്കും പടരുമോ എന്നത് കണ്ടറിയേണ്ടതാണ്. KCRന്റെ മകൾ കവിത മദ്യനയ കേസിൽ ED അന്വേഷണം നേരിടുമ്പോൾ ചന്ദ്രബാബു നായിഡു നിരവധി അഴിമതി കേസുകളിൽ ജയിൽവാസം വരെ അനുഭവിച്ചു കഴിഞ്ഞു. ആന്ധ്രയിൽ അധികാരം നിലനിർത്താമെന്ന പ്രതീക്ഷയിലാണ് ജഗൻമോഹൻ റെഡ്ഡിയും YSR കോൺഗ്രസും. ഭരണവിരുദ്ധ വികാരം ആന്ധ്രയിൽ പ്രകടമാണ്. 1-ലധികം സിറ്റിംഗ് MPമാർക്കും MLAമാർക്കും ഇത്തവണ സീറ്റ് നൽകിയിട്ടുമില്ല. അതിനൊപ്പം സഹോദരി YS ശർമ്മളയുടെ കോൺഗ്രസ് പ്രവേശനവും ജഗന് തിരിച്ചടിയാകുമെന്നാണ് വിലയിരുത്തൽ. കേന്ദ്രം ഭരിച്ച BJPയെ മുൻവർഷങ്ങളിൽ പരസ്യമായും രഹസ്യമായും പാർലമെന്റിൽ പിന്തുണച്ചിട്ടുള്ള ജഗന്റെ MPമാർക്ക് ഈ തെരഞ്ഞെടുപ്പ് വളരെ നിർണായകമാണ്. ക്രിമിനൽ കേസുകളിലടക്കം പ്രതികളായ നിരവധി MPമാരാണ് YSR കോൺഗ്രസിനെ പ്രതിനിധീകരിക്കുന്നത്. 2019 ആന്ധ്രയിലെ 25 ലോക്സഭാ സീറ്റുകളിൽ 22 YSR കോൺഗ്രസ് നേടിയപ്പോൾ TDPക്ക് 3 MPമാരെ മാത്രമാണ് ലഭിച്ചത്. തെലങ്കാനയിൽ ആകെയുള്ള 17 ലോക്സഭാ സീറ്റുകളിൽ TRS 9 ജയിച്ചപ്പോൾ കോൺഗ്രസിന് 3 BJPക്ക് 4 MPമാരെ കിട്ടി. ഒരെണ്ണം
അസദുദ്ദീൻ ഒവൈസിയും സ്വന്തമാക്കി. ആന്ധ്രയുടെയും തെലങ്കാനയുടെയും മണ്ണിൽ ആരാകും ലോക്സഭയിലേക്ക് കൂടുതൽ എംപിമാരെ അയക്കുക എന്ന് കണ്ടറിയേണ്ടതുണ്ട്. തെലുഗു രാഷ്ട്രീയം അത്രമേൽ കുഴഞ്ഞു മറിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ. റിസർച്ച് ഡെസ്ക്, ന്യൂസ് മലയാളം.